അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂറുമായിട്ടാണ് കേട്ടോ. കുറച്ച് വലിപ്പമുള്ള മുറി ഇതാണ് കേട്ടോ. നമ്മുടെ കോവൽ കാണാം, കോവയ്ക്കൊക്കെ പറിക്കാറായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ ഓർക്കും ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നതല്ലേ, തുറന്ന് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കണമെന്നും എനിക്കറിയില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം കാരണം. ഹായ്, ഹലോ, നമസ്കാരം. ജോസ്നാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂറുമായിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന വീട് വാടക വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളും കൂടെ എന്തായാലും ഇവിടെ കാണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ എടുത്ത് വെക്കാതെ നമുക്ക് പിന്നീടായാലും കാണുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു കാണിച്ചു കൊടുത്തത്. ഇത് നമ്മുടെ സയോണക്കുട്ടി ചെയ്തു വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കിളികൾക്ക് ഈ സമയമാകുമ്പോൾ ഒരുപാട് കിളികൾ ഇവിടെ വരും. കാരണം നമ്മുടെ ഇവിടെ ഈ പേര കാണിച്ചു കൊടുത്തത്, ഇത് ഇവിടെ ഒരു പേര നിൽപ്പുണ്ട് കേട്ടോ. ഇതിൽ നിറയെ പേരൊക്കെ ഉണ്ടാവുമേ. അപ്പോൾ കിളികൾ പേരയ്ക്ക് തിന്നാനൊക്കെ ആയിട്ട് വരുമ്പോൾ കുറേ കിളികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വെള്ളമില്ലാത്ത സമയമാണല്ലോ, അപ്പോൾ നമുക്ക് കിളികൾക്ക് വെള്ളം വെച്ച് കൊടുത്തത്. ഇന്നിപ്പം ഇന്നലെ വിച്ച വെള്ളമാണ്. ഇപ്പോൾ അതിനകത്ത് വെള്ളം ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും വെള്ളം കുറേ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കാക്കയൊക്കെ വന്നിരുന്ന് വെള്ളം കുടിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. നമുക്ക് ചെടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചെടി ഈ കുറ്റിച്ചെടികൾ മാത്രമാണ് കേട്ടോ. ഈ റോസ് പൂവ് ഉണ്ടായിരിക്കുന്ന ചെടികൾ ചെത്തി. ബാക്കി ഈ നിൽക്കുന്ന ചെടികളെല്ലാം നമ്മളിവിടെ വന്നതിന് ശേഷം വെച്ച് മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ. അതെല്ലാം ചെറിയ ചെടികളായിരുന്നു. ഇവിടെ കൊണ്ടുവന്നെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേ എല്ലാം വലുതായിട്ടുണ്ട്. ഈ സൈഡിലും കുറേ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ് കേട്ടോ. ഇത് സൈനോര ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇത് പിന്നെ അകത്തൊക്കെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരാളെ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഇവിടെ അത് നമ്മുടെ പുതിയ ആളാണ് കേട്ടോ, ജാക്കി. അവനൊരു കൂട്ടായിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ആളെ നമ്മൾ ഈ കൂട്ടിലിട്ടിരുന്നതാണ്. നമ്മൾ അവനെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ മിട്ടുവാണ് കേട്ടോ, മിട്ടുപൂച്ച. നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ആളാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര സ്നേഹമൊക്കെയാണ് ആൾക്ക്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സിറ്റ് ഔട്ട്, ചെറിയ സിറ്റ് ഔട്ട്. ഇതെൻ്റെ മെഷീനാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിച്ചതാണേ. ഇതിൽ കാര്യമായിട്ട് തയ്ക്കാറൊന്നുമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഞാനിങ്ങനെ തയ്ച്ചെടുക്കും. അകത്തിടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ വെളിയിലിട്ടേക്കാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് കയറുന്നത് ആദ്യം നമ്മുടെ ചെറിയൊരു മുറിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും ഇടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിങ്ങനെ ചെറിയ രീതിയിൽ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിങ്ങനെ. ഇത് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ. ബാക്കിയെല്ലാം സൈനോര ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇതെല്ലാം ഇതും നമ്മൾ ചെയ്തതാണ്. ഇതൊക്കെ ഇനി ചെയ്യാനിരിക്കുന്നതാണ്. പെയിൻറ്റ് തീർന്നു പോയത് കൊണ്ട് നമ്മളിങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഇത് കൂടെ കാണിച്ചു കൊടുത്ത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ തുണികളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മുറിയിൽ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ചെറിയ വീടാണ്. പിന്നെ ഇതാണ് ഹാളെന്ന് പറയാനുള്ള വലിപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഡൈനിങ് ടേബിളും അക്വേറിയൊക്കെ അക്വേറിയം നമ്മൾ പുറത്താണ് കേട്ടോ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് വല്ലാണ്ട് പായൽ വരുന്നുണ്ട്. ഇപ്പോൾ മീനൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ മീനുകളില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറേ ചത്തു പോയിട്ടുണ്ട്. പിന്നെ പുതിയതെല്ലാം നമുക്ക് വാങ്ങിച്ചിടണം. പ്രാർത്ഥനാമുറിയായിട്ടൊന്നും നമ്മൾ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളിവിടെ ഇങ്ങനെ ഫോട്ടോ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണേ. പിന്നെ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സൈനോര ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ ബോർഡ് ഉണ്ടാക്കുക, ഇതൊക്കെ സൈനോരയുടെ പണികളാണ് കേട്ടോ.
സൈനോര മാത്രമല്ല, നമുക്ക് കുറച്ച് ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൂടുതലും സയോണക്കുട്ടിയുടെ ഒക്കെ ട്രോഫികളാണ് ഇട്ടിരിക്കുന്നത്. ഇത് സയോണക്കുട്ടി കുട്ടിക്കർഷകയ്ക്ക് അവാർഡ് കിട്ടിയതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ ഇതിൻ്റെ. ഇത്തവണ നമുക്ക് ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കിയതിന് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ അതാ അവിടെ നിന്ന് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ പിന്നെ ഒരു ബെഡ്റൂം ഉള്ളതിൽ കുറച്ച് വലിപ്പമുള്ള മുറി ഇതാണ് കേട്ടോ. നമ്മുടെ ഒരു ദിവാങ്കോട്ടും കട്ടിലും അലമാരയും ഒക്കെ നമ്മളിവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ സ്പേസ് ഒന്നും ഇതിനകത്തില്ല. ഉള്ളതിൽ കുറച്ച് വലിപ്പമുള്ള മുറി. പിന്നെ ഈ സൈഡിൽ നമുക്കിവിടെ വേറൊരു മുറിയും കൂടെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതങ്ങനെ ആരും കിടക്കുന്നൊന്നുമില്ല, കാരണം ഇതിനകത്ത് നമുക്ക് വിൻഡോ ഒന്നുമില്ല. നമ്മൾ അത്യാവശ്യം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒതുക്കി ഒന്ന് വെച്ചിരിക്കുന്ന മുറിയാണ് കേട്ടോ ഇവിടെ. അലമാരയിലെ എല്ലാ ഡ്രസ്സുകളും ഒന്നും കൊള്ളില്ലാത്തതുകൊണ്ട് കുറേയൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെയുള്ള ചെറിയ ബാസ്ക്കറ്റിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ നേരെ കയറുന്നത് ഒരു ബാത്റൂമാണ് കേട്ടോ. പുറത്തേക്കാണ് ബാത്റൂം പണിത് വെച്ചേക്കുന്നത്, പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ കയറാൻ പാകത്തിന് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു കിച്ചണും കൂടെയാണ് കാണിക്കാനുള്ളൂ. കിച്ചണും വർക്ക് ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ. കിച്ചണും വലിയ കാര്യമായിട്ടൊന്നുമില്ല, അത് നമ്മുടെ ചെറിയ കിച്ചണാണ്. ഇപ്പോൾ പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മുടെ അടുക്കളത്തോട്ടം ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ കോവൽ കാണാം, കോവയ്ക്കൊക്കെ പറിക്കാറായിട്ട് കിടപ്പുണ്ട്. നമ്മൾ ഇവിടുന്ന് എന്നുള്ളത് കൊണ്ട് നമ്മളധികം സാധനങ്ങളൊന്നും ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നില്ല, ഒന്നും തന്നെ നടുന്നില്ല. കുറേയൊക്കെ നടണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് പാറമട ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കാം. ഈ വീട് പഴയ വീടാണേ, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടുന്ന് മാറാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മൾ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ ഇതുപോലെ ബക്കറ്റുകളിലൊക്കെ ആയിട്ട് അടച്ച് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഫ്രിഡ്ജ് ഇതിവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ഒരു ചെറിയൊരു സൗകര്യം കുറവുണ്ട്. എന്നാലും ഞാൻ മാത്രമല്ല അടുക്കളയിൽ പെരുമാറുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാൻ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. നമ്മുടെ മിക്സി റൈസ് കുക്കറൊക്കെ നമ്മൾ ഇത് ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ ആണ്. ഇവിടെ പാത്രങ്ങളൊക്കെ ആണെങ്കിലും അടുക്കി വെക്കാനും കഴുകിയിട്ട് നേരെ നമുക്ക് ഇങ്ങോട്ട് വെക്കാനൊക്കെ ഉള്ളൊരു ഇതുണ്ട്, സൗകര്യമുണ്ട്. പച്ചക്കറിയൊക്കെ അരിയാനാണെങ്കിലും ഇവിടെ ഇരുന്ന് പച്ചക്കറി അരിയാനും തേങ്ങ ഇരണ്ടാനും ഒക്കെ ഉള്ളൊരു സൗകര്യം. പിന്നെ ഇതെൻ്റെ ഒരു ബിരിയാണി കുക്കറാണ് കേട്ടോ. ഇലക്ട്രിക് കുക്കറാണ്, ബിരിയാണി കുക്കറാണ്. അപ്പം ഇതിനകത്ത് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഇപ്പം നോയമ്പിൻ്റെ സമയമാണ്. അപ്പം ഒരു ഈസ്റ്ററിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കി ഇതിനകത്ത് കാണിച്ചു തരാം. ഒത്തിരി എളുപ്പമാണ്. ബിരിയാണി മാത്രമല്ല, ഇതിനകത്ത് പല സാധനങ്ങളും കുക്ക് ചെയ്യാനും ആവിയിൽ വേവിച്ചെടുക്കാനൊക്കെ പറ്റിയൊരു സാധനമാണ്. ഇത് മേടിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. കറണ്ട് ചാർജ് ഒന്നും കൂടുതലായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഞാനിത് ബാത്റൂമിൽ വെച്ചാലോ എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ബാത്റൂമിൽ വെച്ച് കഴിയുമ്പം നമുക്ക് തുണിയൊക്കെ എടുത്തുകൊണ്ട് വിരിച്ചിടാനൊക്കെ ഭയങ്കര ഒരു പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പുറത്ത് തന്നെ വെച്ചേക്കാണ്. കുഴപ്പമില്ല. ഇതൊരു കുറച്ച് വർഷമായി, 3-4 വർഷമായി ഞാനിത് വാങ്ങിച്ചിട്ട് ഇപ്പോഴും കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്നതല്ലേ, തുറന്ന് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കണമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇതിനകത്ത് ഇതെൻ്റെ സംഭവങ്ങളല്ലാത്ത കാരണം. ഇത് സൈനോരയുടെയും സയോണയുടെയും ഒക്കെ നെയ്റ്റിക്ക് ഇടുന്ന ഡ്രസ്സുകൾ ഞാൻ മടക്കി വെച്ചേക്കണം. ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ ആക്കി ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇതേ അവിടെ ആളിങ്ങനെ കിടക്കാണ്. ടോബി വിളിക്കുമ്പോൾ നോക്കുന്നത്. ഇവനെ നമുക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു വീഡിയോ നമ്മളൊരു ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിലേ കൊണ്ടുവന്നതാണ്. അവനായിരുന്നു കൂട്ടിക്കിടന്നത്. അപ്പോൾ ഞങ്ങൾ ജാക്കീനെ വാങ്ങിച്ചു കഴിഞ്ഞപ്പം അവനെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് ഒരു കൂടും കൂടെ കൊണ്ടുവന്നിട്ട് ഇവനെ അതിനകത്തേക്ക് മാറ്റണം. ഇവനെ അധികം മണ്ണിൽ അങ്ങനെ കിടത്താൻ പറ്റും. മണ്ണിലല്ല, അതിനകത്ത് കിടത്താവുന്നതാണ്, പക്ഷെ അവന് അവിടെ കിടക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഹോം ടൂറ്. അലക്കാനൊക്കെ ഉള്ള സൗകര്യം, പുറത്ത് അലക്കുകല്ലും ഇതൊക്കെ ഉണ്ട്. ഇവിടെ പാത്രം കഴുകാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചെറിയ ഹോം ടൂറ്.
ഇതിൻ്റെ മുകളിലേക്കൊന്നും അധികം കാണിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ സീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ മുറിയിലും തന്നെ സീലിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം എടുത്ത് മാറ്റിയതാണ്. മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് അധികം കുറേ നനയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിതെല്ലാം പൊളിച്ച് അങ്ങ് മാറ്റി. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചെറിയൊരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.